ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ മഹത്വം നാം ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് മാത്രമേ ആത്മസാക്ഷാത്കാരം നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മാവിനെ ബോധിക്കാൻ ഈ ശരീരത്തിലിരുന്ന് മാത്രമേ സാധിക്കുകയും ഉള്ളൂ. അതിനാൽ നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന ആ പരമേശ്വരനെ നിരന്തരം വിചാരം ചെയ്യുന്നത് ക്ലേശം അല്ല, എളുപ്പമാണ്, അടുത്തുമാണ്. അതിനെ ഈശ്വരേനകദാരികൾ എന്നും മിന്നുക കാരണം മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ അണയാനിടയില്ല ഉള്ളിൽ അവർ ഭാഗവതോത്തമാർ. വലിയ ഒരു തത്വം ചെറിയ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈശ്വരേനകദാരിങ്കൽ എന്നും മിന്നുക കാരണം, നമ്മുടെ അകത്തെ ആ സർവേശ്വരൻ എന്നും മിന്നിക്കൊണ്ടിരിക്കുന്നതിനാൽ മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ, മറ്റു വസ്തുക്കളോടുള്ള കാമനകളോ വിപരീതമായ ചിന്തകളോ, അതായത് ആത്മചിന്ത വിട്ട് വിഷയചിന്തകൾ വരികയോ ഇല്ല. മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ അണയാനിടയില്ല ഉള്ളിൽ. മറ്റു ചിന്തകളൊന്നും അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല, അടുക്കുകയില്ല. അണയാനിടയില്ലുള്ളിലവർ ഭാഗവതോത്തമാർ. ആരാണോ അപ്രകാരം മറ്റു ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ സർവദാ ആ സർവേശ്വരനെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഭാഗവതോത്തമന്മാരാണ്, ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരാണ്. ആ നില കൈവരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി. അതുകൊണ്ട് നാം നിത്യവും ഇത്തരത്തിലുള്ള സുഭാഷിത രത്നങ്ങളെ വായിക്കുകയും കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് വിഷയചിന്തകളെ വിട്ട് ആത്മാവിൽ തന്നെ ചേക്കേറുന്നതാണ്. അതുകൊണ്ട് നാം എപ്പോഴും വിചാരം ചെയ്യണം, ഈശ്വരേനകദാരിങ്കൽ എന്നും മിന്നുക കാരണം മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ അണയാനിടയില്ലുള്ളിൽ അവർ ഭാഗവതോത്തമാർ. മറ്റു വിപരീതമായ ചിന്തകളോ അതുപോലെ മറ്റു കാമങ്ങളോ ഒന്നും ഉണ്ടാവാത്തത് ആരാണോ അവരാണ് ഭാഗവതോത്തമന്മാർ. ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായിരിക്കുന്നത് അവരാണ്. അത്തരം വ്യക്തികളെ കണ്ടാൽ ഭഗവാനെ കാണുന്നത് പോലെ കണ്ട് നാം ആദരിക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ട പരമസത്യം. ഈശ്വരേനകദാരിങ്കൽ എന്നും മിന്നുക കാരണം മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ അണയാനിടയില്ലുള്ളിലവർ ഭാഗവതോത്തമാർ.